ഹായ് ഗൈസ്, എല്ലാവർക്കും A2A കപ്പിൾ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കങ്കുവയുടെ റിവ്യൂ ആയിട്ടാണ് വന്നതല്ലേ. അപ്പൊ രാവിലെ നേരത്തെ തന്നെ 4 മണിക്ക് ശേഷം നമ്മൾ തൃശ്ശൂർ രാഗത്തിൽ പോയിട്ട് കണ്ടു. അപ്പൊ അതിനുശേഷം നമ്മൾ ഒരു റിവ്യൂ പറയാന്ന് വിചാരിച്ചു അതിന് വന്നിരിക്കുകയാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം കുഴപ്പമില്ല, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയ്ക്കും എത്തിയിട്ടില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. അതെ, നമ്മൾ ട്രെയിലറും ഇതൊക്കെ കണ്ടിട്ട് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതുമല്ലാതെ സൂര്യയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് ഇറങ്ങിയ ഒരു പടമാണ്. അപ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ എക്സ്പെക്ടേഷൻ എത്താൻ പടത്തിന് കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു സൂര്യ ഫാൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഒരു സൂര്യയുടെ ഒരു പടം ഒരു 3 വർഷത്തിന് ശേഷം തിയേറ്ററിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഷോ പോയി കണ്ടത്. പക്ഷേ അത് എത്താൻ സിനിമയ്ക്ക് സാധിച്ചില്ല. സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നന്നായിരുന്നു കേട്ടോ. VFX 3D അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ വിഷ്വൽസ് ഒക്കെ നല്ല ബ്യൂട്ടി ആയിരുന്നു. ഇപ്പോൾ ഫോറസ്റ്റിലെ കുറെ സീൻസ്, ആ ഒരു പഴയ കാലത്തെ സീൻസ് ഒക്കെ വരുന്നത് വിഷ്വൽസ് ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് മറ്റേ ഗോവയിലെ കുറെ ഭാഗങ്ങളും വിഷ്വൽസ് അതും വിഷ്വൽസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഫ്രെയിമിങ് കാര്യങ്ങൾ, ക്യാമറ എഡിറ്റിംഗ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ പടത്തിന്റെ പോരായ്മയായി തോന്നിയത് പടത്തിന്റെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പടം മൊത്തത്തിലൊരു പതിയാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് പൊതുവെ 4 മണിക്കാണ് പടം കണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കുറച്ച് വലിഞ്ഞു പോകുമ്പോൾ നമുക്ക് കുറച്ച് ടയേർഡായി ഫീൽ ചെയ്തൂലേ അത് അങ്ങനെ. പിന്നെ പടത്തിലൊരു ഫസ്റ്റ് ഒരു 45 മിനിറ്റോളം ഒരു നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടമാണ് കാണിക്കുന്നത്. 1970s അല്ല, 1000 വർഷം പിന്നിലാണ്. പിന്നെ കാണിക്കുന്നത് ഇപ്പൊ 2024. അപ്പൊ ഈ 24 കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. ആ ഒരു 45 മിനിറ്റ് നമുക്ക് ഒരു ഭയങ്കര ഒരു ഓവർ ഫീലിംഗ് നമുക്ക് വന്നു. പിന്നെ കോമഡി ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കോമഡി ഭാഗം കാണിക്കുന്നത് യോഗി ബാബുവിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതും വലിയ രീതിക്ക് കണക്ട് ആയില്ല. കോമഡി വലിയ രീതിക്ക് പക്ഷെ നമ്മള് 45 മിനിറ്റിന് ശേഷം ആ ഒരു 45 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ചില ഭാഗങ്ങൾ മറ്റേ കങ്കുവയിലെ പണ്ടത്തെ ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ ഇങ്ങനെ ഫ്ലാഷ് പോലെ കാണിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഭയങ്കര ഒരു സംഭവം തോന്നും. അതുപോലെ തന്നെ പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ടെക്നിക്കലി കുറെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല ഒരു ഇതായിട്ട് തോന്നിയില്ലേ. പക്ഷെ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പടം കുറച്ച് ലിഫ്റ്റ് ആവുന്നുണ്ട്. കാരണം കങ്കുവയുടെ ആ ഒരു പഴയ ഹിസ്റ്റോറിക്കൽ കാലഘട്ടത്തിന്റെ കുറച്ച് ഭാഗങ്ങളും ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ കൊണ്ട് പടം കുറച്ച് ലിഫ്റ്റ് ആവുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും പടം മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എത്താൻ പടത്തിന് സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. അപ്പൊ അതൊക്കെയാണ് ഇപ്പോൾ കങ്കുവയുടെ വിശേഷം. വേറെ എന്തെങ്കിലും പറയാനുള്ളത്? വേറെ കുറെ നമുക്ക് ഫിലിമിൽ കുറെ സീൻസ് ഉണ്ടല്ലോ. ചില ഭാഗങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് വെറുതെ എന്തിനോ വേണ്ടി ഒരു സീൻ കൊണ്ട് വെച്ചപ്പോലെ എനിക്ക് ചില ഭാഗങ്ങൾ തോന്നി. അതുപോലെ നമ്മള് ഫസ്റ്റ് ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു മുതലയുടെ സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ മുതലയുടെ സീനൊന്നും വലിയൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല. ആ സീനൊക്കെ ആ ഫിലിമിൽ എന്താ ഇമ്പോർട്ടൻസ്, വലിയൊരു ഇമ്പോർട്ടൻസ് റീച്ചിലേക്ക് നമുക്ക് തോന്നില്ല. പിന്നെ ഈ ഫൈറ്റ് സീൻസ് ഒക്കെ നമുക്ക് നമ്മളിപ്പോ കുറ്റങ്ങൾ മാത്രം പറയാണെന്ന് തോന്നില്ല ആൾക്കാർക്ക്. നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം വിഷ്വൽസും അതിന്റെ ടെക്നിക്കൽ വശമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഒരു നല്ല ആക്ടിങ്ങും ഒരു പറയാ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് അങ്ങേരുടെ ഒരു ഫയർ നമുക്ക് ആ ഒരു സിനിമയിൽ മൊത്തത്തിൽ കാണാം. അങ്ങേരുടെ ഡെഡിക്കേഷൻ ഒക്കെ ആ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഫോൾട്ടായിട്ട് പടത്തിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫൈറ്റ് രംഗങ്ങളാണെങ്കിൽ കൂടിയും ആ ഒരു ഫൈറ്റിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കട്ട്സുകളൊക്കെ ഭയങ്കര സ്പീഡിൽ വന്നിട്ട് നമുക്ക് ഫൈറ്റ് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല അല്ലേ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കട്ട്സ് വന്നിട്ട് നമുക്ക് അത് കുറച്ച് ഇതായിട്ട് തോന്നി. അപ്പം ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊരു മാസ് മസാല അങ്ങനെ പ്രേക്ഷകനാണെങ്കിൽ, അങ്ങനത്തെ ഒരു പ്രേക്ഷകനാണെങ്കിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതല്ല, നിങ്ങൾക്കൊരു ടെക്നിക്കലി അല്ലെങ്കിൽ നിങ്ങളൊരു വിഷ്വലി ഒരു നല്ല പടം കാണണം, ടെക്നിക്കൽ സൈഡൊക്കെ നോക്കുന്ന ഒരു പടം കാണണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു പടമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കങ്കുവയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.